പടം കൊള്ളാം. അടിപൊളി. പെപ്പയുണ്ട്, ക്യാമിയോ. അടിപൊളി. ഭയങ്കര സന്തോഷം. അത്യാവശ്യം എല്ലാവരും ഷോയിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മൾ സംസാരിച്ചതൊക്കെ. ഈ മുന്നോട്ടുള്ള ഷോ പോകുമ്പോൾ അറിയും കറക്റ്റ് റിവ്യൂ ഒക്കെ. എന്തായാലും ഭയങ്കര സന്തോഷം. ഞാൻ ഡയറക്ടറൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതുകൊണ്ട് എൻ്റെ ക്യാരക്ടർ കുറേ ഉണ്ട് ഈ സിനിമയിലും. ബഹളം വെച്ച് പോകുന്നത്. താങ്ക് യു. നിങ്ങൾ കണ്ടായിരുന്നോ പടം? കഥ ചോദിക്കാനുള്ളത് ഇഷ്ടപ്പെട്ടു. നമ്മളെ കിണി പോയി നിൽക്കുന്ന സമയമാണ് ഇത് കണ്ടിട്ട്. നിങ്ങളവൻ എല്ലാവരും അഭിപ്രായം പറയേണ്ടത് നമ്മുടെ പടം എത്രത്തോളം അല്ലേ എന്ന് അഭിപ്രായം പറയാം. നല്ല ആഘോഷം പോലെ പറയാനില്ല. ഇഷ്ടപ്പെട്ടു. സിനിമ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലവ് സ്റ്റോറി വിത്ത് കോമഡി, ആക്ഷൻ, drama, everything. And it's a feel good of movie also at the same time. First half has a lot of comedy while second half has action. It's a combination of everything. It's a must watch for us. ഞാനെല്ലാം കാണാനിരിക്കുന്ന മൂവിയാണ്. ഞാൻ നാളെ ഹൃദയപൂർവ്വം കാണുന്നുണ്ട്. ഓടുമ്പോൾ അത് കഴിഞ്ഞ് സോ ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ള മൂവിയാണ്. സോ നിങ്ങൾ കാണുന്ന എല്ലാ മൂവിയും കണ്ട് സപ്പോർട്ട് ചെയ്യാം. സന്തോഷം. ഭയങ്കര സന്തോഷം. മലയാളത്തിലെ ഫസ്റ്റ് മൂവി എക്സ്പീരിയൻസ് മലയാളം പണ്ടുള്ള എക്സ്പീരിയൻസ് ഐ മീൻ എൻ്റെ ക്യാരക്ടർ ഞാൻ തമിഴ് തെലുഗുല് of all the characters I play in Tamil and Telugu, this was very different, rooted and real. So this is very new experience for me. And the whole team was so sweet and lovely and friendly. This is very home vibes. Yeah. Industry പിടിച്ചിരിക്കുക. I hope everyone enjoys it. Actually, you are co-actors are celebrities. അറിയാം. അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ അർജു ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അവരെല്ലാവരും എനിക്ക് ഫ്രണ്ട്സ് പോലെ ഭയങ്കര സ്വീറ്റാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. സോ ഐ ഫെൽറ്റ് ലൈക്ക് അടിപൊളി. പ്രേക്ഷകരുടെ ഒപ്പം ഫസ്റ്റ് ഷോ അല്ലേ കഴിഞ്ഞു? പ്രേക്ഷകരുടെ ഒപ്പം വരുന്നത് എങ്ങനെയാണ് പ്രേക്ഷകരുടെ ഒരു, കാരണം തിയേറ്ററിൽ കൂടി ഒരു ഓളം, കയ്യടി, ചിരിയൊക്കെ ഇല്ലായിരുന്നു, ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റിംഗ് അല്ലായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് മൂവിക്ക് വന്ന്? Actually, I'm really happy that I'm here. This Onam season, this is my first time in Kerala during Onam, and the vibes are amazing. Everyone seems so happy and in a festive mood. So I'm really happy that we released for Onam. So I think you get the precious gift for your first Onam. Yes, definitely. So still there are audience to waiting to come. So what do you have to say for them? I just hope they enjoy the film. It's an entertaining, it's an overall, it's a complete package. It has romance, it has like action and everything. I just hope they enjoy it. Thank you so much. All the best for you. Thank you. എല്ലാവരും അടിച്ചു പൊളിച്ച് എല്ലാവരും കാണണം, പടം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് പൂജയുടെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല കിടിലായിട്ട് ആഘോഷിക്കും, തിയേറ്ററിൽ ആഘോഷിക്കും. ഒരു ഓണം വൈബിൽ നമുക്ക് അടിച്ചു പൊളിച്ച് എല്ലാത്തരം ഓഡിയൻസിന് കാണാൻ പറ്റുന്ന പരിപാടിയാണ്. അപ്പോൾ കാണണം. പിന്നെ എൻ്റെ ഓണക്കുതിരയിലുണ്ട് ഞാൻ. ഇനി അത് കഴിഞ്ഞിട്ട് ഓണക്കുതിര റിലീസായി ഇറങ്ങിയ. അതെ. ഞാനും കല്യാണി പ്രിയദർശനോ ക്ലാഷ് റിലീസാണ്. നമ്മൾ ക്ലാസ് പിടിച്ചാലും ജയിക്കൂലേ? അമ്മ നാട്ടിലാണ് കാണുന്നത്. അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മയുടെ പുതിയ പ്രൊജക്ട്, അല്ലെ മോൻ അമ്മയൊക്കെ വീണ്ടും ഒന്നിക്കുന്ന ഒരു പ്രൊജക്ട് ഒക്കെ എപ്പോഴാണ്? ഇത് വരുന്നുണ്ട്, അനൗൺസ് ചെയ്തിട്ടില്ല. അനൗൺസ് ചെയ്യും. അമ്മന്തരുടെ അനൗൺസ് ചെയ്തു. അതെ. എല്ലാവരും NAPRKയും കാണണം, ഓണക്കുതിരയും കാണണം. ഒരേ സമയത്ത് 2 പ്രൊമോഷൻ. അതെ. ഓക്കെ. അപ്പോൾ കല്യാണിയുടെ ക്ലാസ് വെച്ച് രണ്ട് പടമുണ്ട്. അതുകൊണ്ട് വെറുതെ തമാശക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അധികം എക്സ്പെക്ടേഷനിലാണ് കയറിയത്. പക്ഷേ എൻ്റെ
എൻ്റർടൈനിങ് ആയിരുന്നു. ഫൈറ്റ് കൂടുതലാണെന്ന് തോന്നിയത്. വേറെ സീനൊന്നുമില്ല. എന്ന് വെച്ചാൽ ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം ക്ലൈമാക്സ് ഒക്കെ ക്ലൈമാക്സ് സ്ഥിരം ക്ലൈമാക്സ് അല്ല. അപ്പം അതിൻ്റെ ഒരു രസത്തിൽ എനിക്ക് ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടു. നൈസായിട്ടാണ് തോന്നുന്നത്. അത് എനിക്ക് തോന്നുന്നത് ടിപ്പിക്കൽ പ്രമേയമല്ലാത്തൊരു റോളൊക്കെ പ്രതീക്ഷിക്കാതെ വന്നതാണ്. അത് ടോട്ടലി ഉള്ളൊരു ഇഷ്ടപ്പെടലാണ്. അല്ലാണ്ട് ഇതിനിടയിൽ തിരിച്ചു പറയാൻ അറിയത്തില്ല. പടം എല്ലാവരും കാണണം. നല്ലപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും എൻ്റർടൈനിങ് ആയിരിക്കും. പെപ്പയൊക്കെ അടിപൊളിയായിട്ട് ഒന്ന് ചെയ്തിട്ടുണ്ട് നല്ലപോലെ. ബ്രോയുടെ ലിറിക്സ് ആണ് ഏറ്റവും കൂടുതൽ രാത്രി ഇങ്ങനെ മുഴച്ചു ചെയ്തത്. എല്ലാ കാര്യവും എല്ലാ സമയത്തും അത്രയും പടം ലിഫ്റ്റ് ചെയ്തത്. എൻ്റർടൈനിങ് ആണ്. അതുപോലെ തന്നെ ലിറിക്സും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ട്രാക്കുകളെല്ലാം കേൾക്കണം. ഭയങ്കര ക്രിയേറ്റീവാണ്. ഇലക്ട്രോണിക്കലിയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മൂവി തലവരയിൽ തന്നെ മ്യൂസിക്കിന് നല്ല അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിക്ക് പാട്ടുകളെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണണം. ബ്രോ പിന്നെ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട്? അതിപ്പം മറ്റേ പ്രേക്ഷകരോട് ഇത് കണ്ട സമയത്തൊക്കെ ആയാലും എല്ലാവർക്കും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പടം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അവരാണ് പറയേണ്ടത്. ഇനി കാണാൻ വരുന്നവരോടൊക്കെ എല്ലാവരും പടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പടം എൻഡ് ചെയ്യുന്നത്. ഭയങ്കര ഡൈവേർഷൻ ഉണ്ട് പടത്തിൽ. അപ്പോൾ അതൊക്കെ ഒരു തുടക്കത്തിൽ 0 ആയിട്ട് വന്നിരുന്ന് കാണുക. നമ്മളായിരിക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റും. ഇനി വരാൻ വന്ന വർക്ക് ഏതൊക്കെയാണ്? പിന്നെ നെക്സ്റ്റ് വാഴ 2 ഉണ്ട്. പിന്നെ കുറച്ച് പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് റിലീസ് ഹാലാണ്. 12-ാം തീയതി ഹാല് റിലീസാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അത് ഇപ്പം ഞാൻ വന്ന വഴി അതാണല്ലോ. അപ്പം എനിക്കത് ഒരിക്കലും ഇതാക്കാൻ പറ്റത്തില്ല. ഞാനത് ഇതിനകത്ത് ശരിക്കും എൻജോയ് ചെയ്ത ഒരാളാണ്. ആ സംഭവം കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് മുന്നോട്ട് തന്നെ പോകും. സിനിമ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അഭിനയിക്കുകയും ചെയ്യും. ഫ്യൂച്ചറിൽ സിനിമ ഞാൻ എന്തോ എനിക്ക് ചെയ്യാൻ പ്ലാനുണ്ട്. ഡയറക്ഷൻ പ്ലാനുണ്ട്. നല്ല വർക്കും കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പടം ഷൂട്ട് കഴിഞ്ഞിരുന്നു. അത് ഒരു ദുരൂഹ സാഹചര്യത്തിൽ വന്നത്. അതും അടിച്ചു പൊളിച്ച് തകർക്കട്ടെ. അത് അതിൽ ചെറിയ റോളൊക്കെയുള്ളൂ. വലിയ റോളൊന്നുമില്ല. പക്ഷേ ഞാൻ ഹാപ്പിയാണ് അതിനകത്ത്. പക്ഷെ വലിയ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുള്ളത് വളരെ ഡ്രീമാണ്. ഈ പറഞ്ഞക്ക് ഒറ്റ രാത്രി കൊണ്ട് കിട്ടുന്ന സംഭവമല്ല. കുറേ കഷ്ടപ്പെട്ട് സംഭവം കിട്ടുന്ന സംഭവമാണ്. അപ്പം ഞാൻ എത്ര ചെറുതാളും വലുതാളും ഞാനത് ഗ്രേറ്റ്ഫുള്ളാണ് അന്നത്തെ കാര്യം. വളരെ ഹാപ്പിയാണ് കാര്യം. നമ്മളൊരു പടം വരുമ്പോൾ ആദ്യം കാണിക്കുന്ന അച്ഛനും അമ്മേനെ. അതെ, പപ്പ ഉണ്ട്, ഉമ്മച്ചിയുണ്ട്, പെങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. അവരൊക്കെ ഞാൻ അവരൊക്കെ ഉണ്ട് കണ്ട സിനിമ. അതായത് പപ്പ, ഉമ്മച്ചി എല്ലാവരും ഉണ്ട്. നന്നായിട്ടുണ്ടായിരുന്നു. തകർക്കണം. എന്തെങ്കിലും പറ, പപ്പയ്ക്ക് എന്തെങ്കിലും തോന്നിയോ? മോനെ കുറച്ചുകൂടി നന്നായിട്ട് ആ അഭിനയൊക്കെ കുറച്ച് മാറ്റി പിടിക്കാന്നൊക്കെ തോന്നി. അവൻ്റെ പാഷനാണത്. അവനത് നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. അവനുള്ള സപ്പോർട്ടൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. അതെ, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. അടിച്ചു കൊടുത്തത്. താങ്ക് യു. ശരി. ഫസ്റ്റ് മൂവിയാണ് ആക്ച്വലി. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ചിലപ്പോൾ ആദ്യത്തെ പടം തിയേറ്ററിൽ കാണുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം സന്തോഷമുണ്ട്. പിന്നെ ഫൈസലൊക്കെ വിളിച്ച് ഡയറക്ടറുണ്ട്. പിന്നെ മറ്റേ നിഷാദൊക്കെ റെഫർ ചെയ്തായിരുന്നു. ഞങ്ങൾ ഇതിനൊക്കെ ഒരു പരിപാടിയുണ്ട്. അത് ഫൈസലൊക്കെ റെഫർ ചെയ്ത് അങ്ങനെ ഫൈസലൊക്കെ വിളിച്ചാണ്. അതിനൊക്കെ ഒരു ഫിലിം വെച്ചിൻ്റെ റോളുണ്ട്. അങ്ങനെ വിളിച്ച് ഞങ്ങൾ വന്നതാണ്. അപ്പം ആദ്യത്തെ ഒരാഴ്ച ഒരു ആക്ടിംഗ് ക്ലാസ് പീരീഡൊക്കെ ഉണ്ട്. ചേട്ടനെ ഞങ്ങൾ എടുപ്പിച്ച് ഞങ്ങൾ ഗുരുവായുള്ളത് ഫസ്റ്റ് ആക്ടിംഗ് ക്ലാസ് ചേട്ടനെ എടുത്തിട്ട് ഞങ്ങൾ ആ ഒരു ക്യാരക്ടർ ആക്ട് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓക്കെ എന്നുള്ളപ്പോൾ പിന്നെ പരിപാടി തുടങ്ങി. ഫസ്റ്റ് ഫിലിമായിട്ട് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ക്രൂ നമ്മൾ നല്ല ഫസ്റ്റ് ക്രൂ ആയിരുന്നു കിട്ടിയത്. നല്ലത് ചെയ്ത് പോകാൻ പറ്റുന്നത് ആവശ്യമില്ലായിരുന്നു. വ്യൂവറായിട്ട് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തായിരുന്നു. ഞാനിൻ്റെ ആ ഒരു ഓഡിയൻസ് ഫുൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ പുള്ളിയുടെ ഫസ്റ്റ് ഡെബ്യൂട്ട് പടമാണ്. നല്ല പടമാണ്. എല്ലാവരും വന്ന് കാണണം. ബെസ്റ്റ് ടൈം ടു വാച്ച്. വരണം എല്ലാവരും. ചേച്ചി എന്തായാലും അർജുൻ്റെ അഭിനയം മികച്ചതെന്നേ പറയുള്ളൂ. അപ്പൊ അർജുനെ മാറ്റി നിർത്തി നമുക്ക് വേറൊരു അഭിനയം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കുട്ടി, അസ്കർ, പ്രീതി എല്ലാവരും നന്നായിട്ട്. പിന്നെ വില്ലനായിട്ട് അഭിനയിച്ച അബിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തായാലും ഇപ്പോൾ ഓണത്തിന് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പടങ്ങളെല്ലാം ഹിറ്റാണ്. ഭയങ്കര ക്ലാഷായി പോവാല്ലേ? അതിന്റെ ടെൻഷൻ അറിയില്ല. നമ്മള് മലയാളികൾക്കൊക്കെ സിനിമകൾ ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പോൾ എല്ലാ സിനിമകളും കാണട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. 4 പടങ്ങൾ
ഇറങ്ങുന്നുണ്ടല്ലോ 4 കാണട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അവർക്ക് എന്താണോ ഇഷ്ടം അത് കാണട്ടെ, നമുക്ക് ആരും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ടതാണ്. ഇതിപ്പോ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി അർജുനോട് എന്തെങ്കിലും ടിപ്പ് പറയണത് ഇങ്ങനെ ഒന്ന് മാറ്റി അഭിനയിക്കുന്നൊക്കെ? എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ലല്ലോ, ആരാ പറഞ്ഞു ഞാൻ എന്നാലും ഇല്ല. നന്നായിട്ട് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ അല്ലേ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, ഞാനല്ലല്ലോ. അതൊക്കെ ഇഷ്ടപ്പെട്ടു? ചെയ്തു വെച്ചാൽ ഇഷ്ടപ്പെട്ടു? എന്തോ ചെയ്തു വെച്ചാൽ ഇഷ്ടപ്പെട്ടു? നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശരി, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ മറ്റേ ആക്ട്രസായിട്ട് അഭിനയിച്ചവരും കൊള്ളാം. പിന്നെ അതേപോലെ തന്നെ ഇതിലൊരു ക്യാമിയ റോളുണ്ട്. ഞാൻ ആരോടും പറയല്ല, അത് തിയേറ്ററിൽ കാണുകയാണെങ്കിൽ അതിൻ്റെ ആ രസം നമുക്ക് മനസ്സിലാവും. എന്തായാലും ഒരു ത്രില്ലിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് ആ ക്യാമിയ റോളൊക്കെ. എന്തായാലും വളരെ ഗംഭീരമാണ്.